അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു അര കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് അര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ അളവ് കപ്പില്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളവും ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസിന്റെ അളവിൽ എല്ലാം അളന്നിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റവയാണ്. റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് റവയും അര ഗ്ലാസ് ഗോതമ്പ് പൊടിയും അളന്നെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. അധികം പുളിപ്പില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാൻ. അപ്പോൾ 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. റവ അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെ 1 കപ്പ് നല്ല കട്ടിയുള്ള പുളിപ്പില്ലാത്ത തൈര് എടുക്കുക. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് നല്ല കട്ടിയുള്ള തൈര് എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ദോശ മാവിന്റെ ആ ഒരു കട്ടിക്ക് വേണം ഈ മാവ് റെഡിയാക്കി എടുക്കാൻ. ഒന്ന് മിക്സ് ചെയ്യാം. വലിയ തരിയുള്ള റവയാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. വീണ്ടും 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ച് കലക്കിയെടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ എടുത്ത ഫുൾ വെള്ളവും താങ്ങ് ഒഴിക്കണേ. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് കട്ട തൈരും 2 കപ്പ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്. ദോശമാവിൻ്റെ പരുവത്തിന് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഈ ഒരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. അപ്പോൾ റവ എല്ലാം ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 7 ചെറിയ ഉള്ളി ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു 5 വെളുത്തുള്ളി അല്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് 5 വറ്റൽമുളക് ചേർക്കാം. ഇപ്പോൾ സാധാരണ എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത കാശ്മീരി വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുളക് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയില ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുക്കാം. പൊട്ടുകടലയും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. പൊട്ടുകടല നല്ലതുപോലെ ഒന്ന് ചൂടാവണം. പൊട്ടുകടലെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എത്രയാണോ നിങ്ങൾക്ക് തേങ്ങ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തേങ്ങ ഒന്ന് ചൂടായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് റോസ്റ്റായി പോകരുത്. അപ്പോൾ തേങ്ങ ഒന്ന് നല്ലവണ്ണം ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പുളിയാണ്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പുളിയും ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ നമുക്ക് ഉപ്പ് കുറവുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇതിന്റെ കൂടെ തന്നെ 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ചേർക്കാം. അപ്പോൾ ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും. ഉള്ളിയെല്ലാം നല്ലോണം മൂത്ത് ഒരു ബ്രൗൺ കളർ ആവണം. ഇപ്പോൾ ഉള്ളിയും വറ്റൽമുളകൊക്കെ മൂത്ത് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ചട്നി ഇതിലേക്ക് ചേർക്കാം. ജാറ് കഴുകി 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം.
ഈ ചട്നി അങ്ങ് തിളച്ചു പോവരുത്, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. തിളച്ചു പോയാൽ അതിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. തിളച്ചു പോവരുത്, നല്ലതുപോലെ ഒന്ന് ചൂടായ മാത്രം മതി. അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചട്നി തയ്യാറാക്കാൻ എടുത്ത സമയം മാത്രമേ ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കുക. നമ്മളെടുക്കുന്ന ഓരോ റവയ്ക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു സ്പൂണിൽ കുറച്ച് ബാറ്റർ എടുക്കുക. എന്നിട്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ബാറ്ററിലേക്ക് അങ്ങ് ഒഴിക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശ ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ ഒന്ന് ചൂടാതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒന്ന് തൂത്ത് തടവിയതിന് ശേഷം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. കനം കുറച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നെയ്യോ എണ്ണയോ എന്തെങ്കിലും ആക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. അതൊന്ന് മൊരിഞ്ഞു വരട്ടെ. മാവിൻ്റെ പുറമൊക്കെ ഡ്രൈ ആയി വെന്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശവും ഒന്ന് വെന്ത് വരട്ടെ. ചുട്ട് കൊടുത്ത വശവും കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് തവയിൽ നിന്ന് എടുത്ത് മാറ്റാം. അരിയും ഉഴുന്നും കുതിർക്കാതെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റവ വെച്ചിട്ടുള്ള ദോശ ഇതിവിടെ റെഡിയായിട്ടുണ്ട്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ടും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തയ്യാറാക്കിയ ചട്നിയും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ റവ ദോശയുടെ കൂടെ മാത്രമല്ല, ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്